അത്യാവശ്യം നല്ലൊരു എക്സ്പെക്ടേഷനോട് കൂടിയിട്ടാണ് ഞാൻ പോകുന്നത്. കാരണം ഭയങ്കര റിവ്യൂസ് ആയിരുന്നു. എന്നുവെച്ചാൽ ഒരുപാട് സ്ഥലത്തുനിന്ന് ഇത് കേട്ട് അറിഞ്ഞ് വന്ന് കഴിക്കണവരുണ്ട്. അപ്പൊ നമ്മളൊന്ന് കഴിച്ചു നോക്കണ്ടേ? അങ്ങനെയാണ് ഞാൻ പോണേ. നമുക്ക് നോക്കാം എന്താവും എങ്ങനെയാവും എന്നൊക്കെ. ഇന്നത്തെ നമ്മുടെ ഡെസ്റ്റിനേഷൻ ഭാരതാട്ടോ, തൃശ്ശൂരിലുള്ള ഭാരത്. നമ്മൾ ഭാരതിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അകത്ത് കയറിയപ്പോൾ തന്നെ 1 ക്യൂ ആയിരുന്നു. നമ്മൾ അത്യാവശ്യം കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്താൽ തന്നെ ഫുഡ് കിട്ടുള്ളൂ. ഓഫ് കോഴ്സ് ഞാൻ മസാല ദോശ ഓർഡർ ചെയ്തു. അത് കഴിക്കാനാണ് ഞാൻ അവിടെ പോയത്. അപ്പോൾ ആദ്യം ഞാൻ വട ടേസ്റ്റ് ചെയ്തു കേട്ടോ. വട നല്ല ക്രിസ്പി ആയിരുന്നു, എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. ചട്നി കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ. എനിക്ക് അവിടുത്തെ സാമ്പാർ എന്ന് വെച്ചൊരു മധുരം, ഒരു തമിഴ്നാട് അങ്ങനെ എനിക്ക് തോന്നി. എല്ലാവർക്കും അങ്ങനെയാണോ ഒപ്പീനിയൻ എന്ന് എനിക്ക് അറിയില്ല, എനിക്ക് അങ്ങനെ തോന്നി. പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട അവിടെ ഒരു ഉള്ളിച്ചമ്മന്തി ഇട്ടു. ദിസ് വൺ, ഇത് നൈസാണ്. ഇതാണ് എനിക്ക് അവിടെ കഴിച്ചതിൽ വെച്ച് നമ്മളിങ്ങനെ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാധനം. മസാല ദോശ സത്യം പറഞ്ഞാൽ എനിക്കൊരു ആവറേജ് ആയിട്ട് തോന്നിയില്ല. കൊള്ളാം, കുഴപ്പമില്ല, ഒരാൾ കഴിച്ചാൽ കുറ്റം പറയില്ല. പക്ഷേ എനിക്കൊരു വാവ് ഫാക്ടർ എന്തുകൊണ്ടോ തോന്നിയില്ല. ഇതിന് നല്ലത് ഞാൻ കഴിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കോഫി ഓർഡർ ചെയ്തു. ഇതാണ് ബില്ല്. നിങ്ങൾക്ക് നോക്കിയാൽ റേറ്റൊക്കെ എത്രയാണ്. ഭാരതിനെ കുറിച്ച് ഒരുപാട് കേട്ടറിഞ്ഞിട്ടാണ് നമ്മൾ ഭാരതിൽ നിന്ന് കഴിക്കാൻ പോയത്. ബട്ട് അത്ര എക്സ്പെക്റ്റേഷൻ നമ്മൾ വിചാരിച്ച അത്ര വന്നില്ല. അതുകൊണ്ട് എനിക്കറിയാം ഭാരതി ലവേഴ്സിന് ഒരുപാട് ഇങ്ങനെ ഹെയ്റ്റ് തോന്നുന്നുണ്ടാവും ഞാൻ അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ. ബട്ട് സ്റ്റിൽ എന്താ, ഫുഡ് ഓരോരുത്തരെ ഇഷ്ടങ്ങളല്ലേ. സോ അത് ഞാൻ പറഞ്ഞതാണ്. ഭാരതിയിൽ നിന്ന് ഫുഡ് കഴിച്ചുള്ള എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് വെച്ചാൽ കുഴപ്പമില്ല, എനിക്ക് അത്രേ തോന്നുള്ളൂ. എനിക്കൊരു ഫുഡിനൊരു വാവ് ഫാക്ടർ അങ്ങനെ തോന്നിയില്ല. പക്ഷേ നിങ്ങൾ ഫുഡ് കഴിച്ച ഒരിക്കലും റിഗ്രറ്റ് ചെയ്യില്ല, അത് ഞാൻ പറയാം. നിങ്ങൾ അയ്യോ പൈസ പോയില്ലോ അങ്ങനെ തോന്നില്ല. നിങ്ങൾക്ക് ഫുഡ് നന്നായിട്ട് തോന്നും. പക്ഷേ ഏറ്റവും വലിയ ഡിഫക്റ്റീവ് എന്താ വെച്ചാൽ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ വേറെ ആൾ നമ്മുടെ പ്ലേറ്റിൽ നോക്കിക്കൊണ്ടിരിക്കും. കാരണം അവിടെ ഒരു ടോക്കൺ സിസ്റ്റമോ അങ്ങനെ എന്തെങ്കിലും വെക്കാം, ജസ്റ്റ് ക്യൂ പോലും അങ്ങനെ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി നന്നായിരിക്കും എനിക്ക് തോന്നി. കാരണം മറ്റേതിങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഒരാൾ നോക്കിക്കുമ്പോൾ നമുക്കങ്ങനെ കഴിക്കാൻ പറ്റില്ല. ഈവൻ നമ്മളാണെങ്കിൽ പോലും അവിടെ അങ്ങനെ നിൽക്കേണ്ടി വരും. അത് ശരിയില്ല. അത് അവർ മാറ്റിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി നന്നായിരിക്കും. പിന്നെ ഇതിനും നല്ലൊരു മസാല ദോശയുടെ ഒരു ഫുഡ് സ്പോട്ട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അത് അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ ചെയ്യുന്നതായിരിക്കും.